പെസഹ കഴിക്കുവാൻ we cannot take, as I was reminding you, we cannot take part in the Holy Communion without preparation. ഒരുക്കമില്ലാതെ എല്ലാ പാട്ടും എല്ലാം കഴിഞ്ഞിട്ട് അവസാനം ഓടി വന്നിട്ട് നമുക്കൊരു പാട്ട് പാടാന്ന് പറഞ്ഞ് എടുക്കുന്നതല്ല കർത്താവിന്റെ മേശ. നമുക്കിതൊക്കെ അറിയാവുന്നതുള്ളത് ചെയ്തു പോകുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ പറയുകയാണ് ഒരുങ്ങി വേണം. എവിടെ ഒരുക്കണമെന്ന് ചോദിച്ചു. ഉടനെ കർത്താവ് പറയുകയാണ്, നിങ്ങൾ പട്ടണത്തിൽ എത്തുമ്പോൾ ഒരു മനുഷ്യൻ ഒരു കുടം വെള്ളവും ചുമന്നുകൊണ്ട് ഇങ്ങനെ പോകുന്നത് കാണും. ഒന്നും ചോദിക്കണം, അവരെ പറയാന്ന് പോകണം. അവൻ ചെല്ലുന്ന വീട്ടിൽ ചോദിക്കണം, ഗുരുവിന് ശിഷ്യന്മാരുമായി അല്ലെങ്കിൽ പെസഹ ഒരുക്കേണ്ടതിന് സ്ഥലം എവിടെയെന്ന് ചോദിക്കും. അപ്പോൾ അത് വായിക്കുന്നു, അവൻ വിരിച്ചൊരുക്കിയ ഒരു മാളിക മുറി കാണിച്ചു തരും. അപ്പൊ നോക്കണം, ഓൾറെഡി പ്രിപ്പയർഡ് ആയ ഒരു സ്ഥലത്ത് ഇരുന്ന് വേണം കർത്താവിന്റെ മേശ അനുഭവിക്കുന്നത്. ഇന്ന് രാവിലെ I have to make a preparation throughout the week to partake from the Lord's Supper. ഒരു പ്രസംഗം കേൾക്കുന്ന രാഗവത്തോടെ കർത്താവിന്റെ മേശയിൽ പങ്കെടുക്കരുത്. ഒരു പാട്ട് പാടുന്ന അത്ര ഈസിയോടെ ഒരു അപ്പകഷ്ണത്തിന് നേരെ കൈ നീട്ടല്ലേ. സ്തോത്രമല്ലിയ. കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൊടുക്കുന്ന ഉത്സാഹത്തും താല്പര്യത്തിന്റെയും എത്രയോ മടങ്ങ് വേണം കർത്താവിന്റെ രക്തത്തിനും വീഞ്ഞിന് നേരെ എന്റെ കൈ ഒന്ന് നീട്ടുവാൻ. മേശ സ്ഥാപിച്ച സെയിം നൈറ്റ് he turned his blood into sweat. രക്തത്തെ വിയർപ്പാക്കിയ രാത്രിയാ ആ രാത്രി. കൂടിരുന്ന് അത്താഴം കഴിച്ചവൻ മണിക്കൂറുകൾക്കുള്ളിൽ മുഖം നോക്കി ഒറ്റിക്കൊടുത്ത രാത്രിയെ കർത്താവിനെ കാണിച്ചു കൊടുത്ത രാത്രി. രാവിലെ അത് മറന്നു പോകല്ലേ. കർത്താവിന്റെ മേശ പങ്കെടുക്കാൻ എളുപ്പമാണ്. അതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ഓർത്തോണം. കൂടെ ഇരുന്ന് കാലത്തിൽ കൈമുക്കിയവൻ, അല്ലെങ്കിൽ 3.5 വർഷം കൂടെ നടന്നവൻ, പണമെല്ലാം കൊണ്ടു നടന്നവൻ, യേശു ഇതുവരെ കണക്ക് ചോദിക്കാതെ വിശ്വസിച്ച് സകലം ഏൽപ്പിച്ചവൻ, മണിക്കൂറുകൾക്കുള്ളിൽ 30 വെള്ളിക്കാശിനെ യേശുവിനെ ഒറ്റിക്കൊടുത്തതാ. എന്നെ ചിന്തിപ്പിച്ച പദം ഇതാണ്, യൂദായുടെ കയ്യിൽ ഇഷ്ടം പോലെ പണം ഉണ്ടായിരുന്നു, യേശു ഇന്ന് വരെ കണക്ക് ചോദിച്ചിട്ടില്ല. എന്നെയും നിങ്ങളെ ഏൽപ്പിച്ച ഒരു പണത്തിനും സ്വർഗം ഇന്ന് വരെ കണക്ക് ചോദിച്ചിട്ടില്ല. എന്നെയും നിങ്ങളെ ഏൽപ്പിച്ച നന്മയ്ക്ക് ഇതുവരെ സ്വർഗം ഇതുവരെ കണക്ക് ചോദിച്ചിട്ടില്ല. പക്ഷേ 1 രൂപയ്ക്കും 10 രൂപയ്ക്കും 50 രൂപയ്ക്കും വേണ്ടി പലപ്പോഴും ദൈവനാമത്തെ പറയാറുണ്ട്. 30 വെള്ളിക്കാശിന് വേണ്ടി for the sake of 30 coins, silver coin, he denied and betrayed Jesus Christ. യേശുവിനെ തള്ളിക്കളഞ്ഞ രാത്രിയാണ്. മഹാപുരോഹിതനായ മർക്കോസിന്റെ കാത് സൗഖ്യമായ രാത്രി യേശു തന്നെ ഒറ്റിക്കൊടുത്ത രാത്രി എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്ത രാത്രി. നോക്കണം, മറന്നു പോകല്ലേ. ക്രൂശിൽ കയറുന്നതിന് മുമ്പ് യേശു അവസാനം ചെയ്ത അത്ഭുതം അതാ. തന്നെ പിടിക്കാൻ വന്നവന്റെ മുറിവേറ്റ് കിടക്കുന്ന കാതിനെ സൗഖ്യമാക്കി. ഇന്ന് രാവിലെ ഓർക്കണം, നമ്മെ തല്ലാൻ വരുന്നവനെ, നമ്മെ ആക്ഷേപിക്കുന്നവനെ തിരിച്ച് അനുഗ്രഹിക്കുന്ന കൃപയാ ഈ കർത്തൃമേശയിൽ കൂടി നമുക്ക് ലഭിക്കുന്നത്. മൽക്കോസിന്റെ കാത് സൗഖ്യമാക്കുന്ന രാത്രിയായിരുന്നു. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ രാത്രിയാ. മരണം വരെ നിന്റെ കൂടെ കാണുമെന്നും എല്ലാവരും തള്ളിപ്പറഞ്ഞാലും തള്ളിപ്പറയത്തില്ലെന്നും എല്ലാവരും ഇടറിയാലും ഇടറത്തില്ലെന്നും വിളിച്ചു പറഞ്ഞവൻ ഞാൻ നിന്നെ അറിയുന്നില്ല പ്രാകുവാനും ആണയിടുവാനും തുടങ്ങിയ രാത്രിയാണ് യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രി. ഇന്ന് രാവിലെ മനസ്സിലാക്കണം, when we are partaking the Lord's Supper, it's giving us strength to suffer any extent of trials and temptation. ജീവിതത്തിലെ കഷ്ടതയുടെ ഏതറ്റം വരെ പോകുവാൻ നമ്മെ ബലപ്പെടുത്തുന്ന കർത്താവിന്റെ കൂട്ടായ്മയ്ക്കായി ഇന്ന് രാവിലെ സ്തോത്രം ചെയ്യണം. When we become partakers of the suffering of Jesus Christ, it's making sure that you can go any extent, you can go any extremity of the pain and agony in your life. ജീവിതത്തിന്റെ വേദനയുടെ ഏത് മണ്ഡലത്തിലും പിടിച്ചു നിൽക്കുവാൻ കൃപ തരുന്ന ക്രിസ്തുവിന്റെ കൂട്ടായ്മയ്ക്കായി ഇന്ന് രാവിലെ ആത്മാവിൽ സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നോക്കണം, മഹാപുരോഹിതന്റെ ജീവൻ എല്ലാവരും യേശുവിനെ നിന്ദിച്ച രാത്രിയായിരുന്നത്. ഇനി അടുത്ത വാക്യം വേഗം പറഞ്ഞ് അവസാനിപ്പിക്കാം. Verse 24. Chapter 11 verse 24. Not Luke. 1 Corinthians chapter 11 verse 24. When he had given thanks, he broke the bread. Hallelujah. നോക്കുക, he took the bread, he blessed the bread, and he broke the bread, and he given out the bread. നോക്കണം, ഇതാണ് കർത്താവ് ചെയ്ത കാര്യങ്ങൾ. ഒന്ന്, he took the bread. ദൈവം എടുക്കുന്നത് മാത്രമേ അനുഗ്രഹിക്കത്തുള്ളൂ. എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ എന്ന് എപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. But he will never bless until we are in the hands of the Lord. ദൈവത്തിന്റെ കയ്യിലല്ലാത്തതിന് ഒന്നും ദൈവം അനുഗ്രഹിക്കാറില്ല. He took the bread, he blessed the bread, he broke the bread. അനുഗ്രഹിച്ചതിനെ മാത്രമേ ദൈവം കൊടുക്കാറുള്ളൂ. ആലോചിച്ച് നോക്കിയാട്ടെ, ദൈവം ഒരു അനുഗ്രഹം തരാതെ ആരെ ഇന്നുവരെ കഷ്ടതയിലേക്ക് വിട്ടിട്ടില്ല. ഇന്നലെ എന്തെങ്കിലും നന്മ പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നൊരു കഷ്ടത ദൈവം തന്നത്. Hallelujah. പലപ്പോഴും why this suffering come to my life, why this pain come to my life, but at the same time you never asked why you blessed me Lord, why you have given me this, why you have given me promotion. ആരും ചോദിച്ചിട്ടില്ല, നീ എനിക്ക് പ്രൊമോഷൻ തന്നേന്നും, എന്തിനാ എനിക്ക് ശമ്പളം കൂട്ടി തന്നേന്നും, എന്തിനാ എന്റെ വരുമാനം വർദ്ധിപ്പിച്ചെന്നും, എന്റെ കുഞ്ഞിനെന്താ നല്ല വിദ്യാഭ്യാസം കൊടുത്തതെന്നും ആരും ദൈവത്തോട് ചോദിച്ചിട്ടില്ല. ഇതൊക്കെ തന്നത് അതിനൊരു കോമ്പൻസേറ്റ് ആയിട്ട് കട്ടതയും സഹിപ്പാണ് കൃപയുള്ളത് കൊണ്ടാണ്. He took the bread, he blessed the bread, he broke the bread, then only he can give it out. ദൈവം എടുത്തതിനെ മാത്രമേ അനുഗ്രഹിക്കൂ, അനുഗ്രഹിച്ചതിനെ മാത്രമേ നുറുക്കൂ, നുറുക്കിയതിനെ മാത്രമേ അവൻ കൊടുക്കാറുള്ളൂ.
If I have not given out to any person, it's sure that I am not broken in my life. എന്റെ ജീവിതത്തിൽ ഇതുവരെ തകർന്നിട്ടില്ലാത്തത് കൊണ്ട് മറ്റുള്ളവർക്ക് എന്നെ കൊണ്ട് പ്രയോജനമില്ലാത്തത്. തകർന്നിട്ടുള്ളവരെല്ലാം ദൈവം പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ജീവിതത്തിൽ ഒരു വേദനയെങ്കിലും അനുഭവിച്ച ദൈവദാസനെ, ഒരു വേദനയെങ്കിലും അനുഭവിച്ച ദൈവദാസിയെ ആയിരങ്ങൾക്ക് പ്രയോജനമായി നിന്നെ നിർത്തുവാനാ ദൈവം നിന്നെ നുറുക്കിയും ഓർത്ത് ഇന്ന് രാവിലെ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. ഹല്ലേലൂയ. ദൈവം തകർത്തവരെയെല്ലാം ഉപയോഗിച്ചിട്ടുണ്ട്, ഉടച്ചവരെയെല്ലാം അവൻ വിതരണം ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ യേശുവിന്റെ കാലത്തെല്ലാം അങ്ങനെ തന്നെയായിരുന്നു. സ്തോത്രം. അടുത്ത പദം വായിക്കുകയാണ്. ഇനി അതിന്റെ ഈ 1 Corinthians 10:16 നെക്സ്റ്റ് ചാപ്റ്റർ വായിച്ചിട്ട് എന്താണ് വാട്ട് ഇറ്റ് ഷോസ്, വാട്ട് ഈസ് ദ ബ്രെഡ് ആൻഡ് ദിസ് ബ്ലഡ് ഷോസ്. 1 Corinthians 10:16 and 17. The cup we bless, is it not a communion of the blood of Jesus Christ? It shows the true fellowship. രണ്ട് കൂട്ടായ്മകളെയാ ഈ അപ്പവും ശരീരവും കാണിക്കുന്നത്. സ്തോത്രം. ഒന്ന്, the cup we bless, is it not the communion of the blood of Jesus Christ? നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയാണ്. The fellowship with the divine God. ദൈവവുമായുള്ള ബന്ധത്തെയാ സൂചിപ്പിക്കുന്നത്. I am a sinful nature, born of sinful character, but the God sent His only begotten Son to this world to make me clean by the precious blood of Jesus Christ. യേശുവിന്റെ രക്തത്താൽ എന്നെ ശുദ്ധീകരിച്ചത് കൊണ്ട് എനിക്ക് സ്വർഗവുമായിട്ടൊരു കൂട്ടായ്മയുണ്ട്. സ്വർഗത്തിലെ ഓമനപുത്രന്റെ രക്തമാണ് എന്റെ ശരീരത്തിൽ കൂടി ഓടുന്നതെന്നുള്ള ഓർക്കുമ്പോൾ നാം സ്വർഗീയന്മാരാണെന്നുള്ള കൂട്ടായ്മ ഇന്ന് രാവിലെ വെളിപ്പെടുകയാണ്. So we have a divine fellowship with God through the blood of Jesus Christ. യേശുവിന്റെ രക്തത്താൽ നമുക്കൊരു കൂട്ടായ്മയുണ്ട്. ഈ അപ്പം വിളിച്ചു പറയും, പാനപാത്രം വിളിച്ചു പറയുന്നത് ഞങ്ങൾ സ്വർഗീയ പൗരന്മാരാ, യേശുവിന്റെ രക്തത്താൽ കഴുകൽപ്പെട്ടവരാ, പിശാചിന് അവകാശം പറയുവാനില്ലാതെ സ്വർഗത്തിന്റെ മുദ്രയാൽ തളിക്കപ്പെട്ടവരാ ഞങ്ങളെന്ന് നാം പ്രൊക്ലെയിം ചെയ്തതാണ്. When we partake from the hallelujah this wine, ഈ വീഞ്ഞിൽ നിന്ന് പങ്കെടുക്കുമ്പോൾ അടുത്ത കൂട്ടായ്മ അതിന്റെ അടുത്ത വാക്യം 17. The bread which we break, is it not the communion of the body of Jesus Christ? നാം നുറുക്കുന്ന ഈ അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയാണ്. ഈ അപ്പം കാണിക്കുന്നത് ശരീരത്തിന്റെ ഫെലോഷിപ്പാണ്. What is the body of Christ? We, the church is the body of Christ. സഭ എന്ന് പറയുന്നതാണ് ശരീരം എന്ന് പറയുന്നത്. അപ്പം the bread shows the fellowship with the fellow brethren. അപ്പോൾ മറ്റുള്ളവരുമായി വിശ്വാസികളുമായുള്ള കൂട്ടായ്മ. The one, the fellowship with the God. The second one, fellowship with our dear brethren. സഹോദരന്മാരുള്ള കൂട്ടായ്മയാണ് ഈ കർത്തൃമേശ വിളിച്ചു പറയുന്നത്. സ്വർഗവുമായുള്ള ബന്ധം, മനുഷ്യനുമായുള്ള ബന്ധം. Look at that cross. It has two axes, a vertical axis and a horizontal axis. The vertical axis connects heaven and earth. യേശുവിനെ കുരിശ് നോക്കിയാട്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഒരു ആക്സിസ്, ഇടത്തും വലത്തും ഹൊറിസോണ്ടൽ ആക്സിസ് കാണിക്കുന്നത് മനുഷ്യർ തമ്മിലുള്ള ബന്ധത്തെയാണ്. അവൻ മനുഷ്യരെ ഇരുപക്ഷത്തെയും ഒന്നാക്കുന്നത് ഈ കുരിശിൽ മാത്രമാണ്. അപ്പൊ നമ്മുടെ ഫെലോഷിപ്പ് എന്ന് പറയുന്നത് ദൈവത്തോടും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ആരോടുണ്ട്? മനുഷ്യരോട്. ഞാൻ പറയുന്നത് എന്റെ ഹൃദയത്തെ ആരറിയുന്നുണ്ട്? ദൈവം അറിയുന്നുണ്ട്. മനുഷ്യരെന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ലെന്നാ പറയുന്നത്, പക്ഷെ കുഴപ്പമുണ്ട്. അല്ല, മനുഷ്യര് പറയുന്നതിനും സ്വർഗം വിലവാക്കുന്നുണ്ട്. നിങ്ങളെ കുറിച്ച് എല്ലാ തിന്മയും കളവായി പറയുമ്പോൾ സ്വർഗത്തിൽ സന്തോഷമുണ്ട്. പക്ഷേ നിങ്ങളുടെ നല്ല പ്രവർത്തികളെ കണ്ടിട്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുവാൻ അവസരമുണ്ടാകും. ഇവനാണോ പെന്തക്കോസുകാരനെന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാതിരിക്കുന്നതാ ഏറ്റവും വലിയ സാക്ഷ്യം. സ്തോത്രം. ഹല്ലേലൂയ. അടുത്ത പദം പറയുകയാണ്, ഇത് അങ്ങനെയുള്ള ഫെലോഷിപ്പാണ്. ഇനി 6 അതിന്റെ 24 തൊട്ട് വായിച്ചിട്ട് അടുത്ത വാക്യം 25. Do in remembrance of me. ഇത് എന്തിനു വേണ്ടിയാ ചെയ്യേണ്ടത്? ഇപ്പൊ കർത്താവിന്റെ മേശ കഴിക്കുമ്പോൾ എന്തേ ഓർക്കാവൂ? എപ്പോ തീരുമെന്നല്ല ഓർക്കേണ്ടത്, പിന്നെ കർത്താവിനെ ഓർക്കണം. എന്തൊക്കെയാ ഓർക്കേണ്ടതാണ്? ഡു ഇൻ റിമംബറൻസ് ഓഫ് മീ. ഇത് 26 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നുണ്ട്. വായിക്കട്ടെ. അവൻ പാനപാത്രം എടുത്തു. ഈ പാനപാത്രം എന്റെ രക്തത്തിൽ പുതിയ നിയമമാകുന്നു. ഇത് കുടിക്കുമ്പോഴൊക്കെയും എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവീനെന്ന് പറഞ്ഞു. അങ്ങനെ നിങ്ങൾ ഈ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുമ്പോഴൊക്കെയും കർത്താവ് വരുവോളം അവന്റെ മരണത്തെ പ്രസ്താവിക്കുന്നു. Do in remembrance of me. You proclaim the death of Jesus Christ until he comes. 3 കാര്യങ്ങളോട് പറയാം. ഒന്ന്, നിങ്ങൾ എന്നെ ഓർക്കണം. യേശു നമുക്ക് what all he has done for me. എനിക്ക് നിങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തെന്ന് ഓർക്കണം. 2, അവന്റെ മരണത്തെ ഓർക്കണം. 3, അവന്റെ വരവിനെ ഓർക്കണം.
ഈ മൂന്ന് കാര്യങ്ങളാണ്. Through the Holy Communion we should remember what He has done in our life. The past years and months, when I was a sinner, when I was the miry clay, He died for me. അവൻ എനിക്ക് വേണ്ടി മരിച്ചു. എന്റെ പാപത്തിൽ നിന്ന് വെടിവെച്ചെടുത്ത് എന്നെ ശുദ്ധമാക്കി. യേശുവിന്റെ രക്തത്താൽ എന്റെ കറകളെല്ലാം മാറി. രണ്ട്, അവൻ എനിക്ക് വേണ്ടി യേശുവിന്റെ പങ്കപ്പാടുകൾ. Every suffering and pain on the cross we should remember when